ഓഗസ്റ്റ് 15 നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുകയാണ്. ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ വലിയ രണ്ട് സംഭവങ്ങളുടെ ഓർമ്മയാണ് ഓഗസ്റ്റ് 15 ആചരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. രണ്ട്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ നമുക്ക് ശരിയായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തകളാണ് നൽകുന്നത്. എന്താണ് ക്രൈസ്തവ ദർശനത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതൃകയിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം? ഈ സ്വാതന്ത്ര്യ ചിന്തകളുടെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ സഭയിൽ ആചരിച്ചത്, ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 1950 നവംബർ മാസം 1 ഭാഗ്യസ്മരണാർഹനായ 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ആദിമസഭയുടെ വിശ്വാസമാണ് ഇവിടെ പ്രഖ്യാപിതമായത്. നമ്മുടെ കേരളത്തിൽ തന്നെ പുരാതന ദേവാലയങ്ങളിൽ പലതും കരേറ്റ മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നത് തന്നെ നമ്മുടെ നാട്ടിലും ഈ വിശ്വാസം പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. 4 വിശ്വാസ സത്യങ്ങളാണ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന്, AD 431 എഫേസസ് സൂനകദോസിൽ വെച്ച് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം ഉണ്ടായി. സത്യത്തിൽ അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തിൽ എലിസബത്ത് പരിശുദ്ധ അമ്മയെ വിളിച്ച പേര് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. ഇതാ എൻ്റെ കർത്താവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. AD 649 പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയെ നിത്യകന്യക എന്ന പേരിൽ ഔദ്യോഗികമായി അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചു. യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും ഗർഭം ധരിച്ച അവസ്ഥയിലും തുടർന്നും പരിശുദ്ധ അമ്മ കന്യകയായി ജീവിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. 3-ാമത്തെ ഔദ്യോഗികമായിട്ടുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യപ്രഖ്യാപനം കാണുന്നത് 1854 9-ാം പിയൂസ് മാർപ്പാപ്പയാലാണ്. മാർപ്പാപ്പ പറഞ്ഞു, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, ഉത്ഭവപാപരഹിതയാണ്. 4 വർഷം കഴിഞ്ഞ് AD 1858 ലൂർദിൽ ബെർണർദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറിയം അവളുടെ പേരും പറഞ്ഞു. ആരാണ് എന്ന ചോദ്യത്തിന് ബെർണർദീത്തായ്ക്ക് മറുപടി നൽകി, ഞാൻ അമലോത്ഭവയാണ്. 4-ാമത്തെ സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ സത്യപ്രഖ്യാപനമാണ് 1950 നവംബർ 1 പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ കരേറ്റ മാതാവിൻ്റെ തിരുനാൾ സഭയിൽ ഔദ്യോഗികമായി തന്നെ ആചരിക്കാൻ തുടങ്ങി. ബെനഡിക്റ്റ് 14-ാം മാർപ്പാപ്പ ഈ തിരുനാൾ തന്നെ ആചരിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിലാണ് ഈ തിരുനാൾ ഔദ്യോഗികമായി സഭാവിശ്വാസമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇവിടെ നിങ്ങളോടൊപ്പം ഇന്ന് ഈ മാതാവിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ടിട്ട്, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തകളാണ് സഭ നമുക്ക് നൽകുന്നത്. എന്താണ് സ്വാതന്ത്ര്യം? ചിലർ പറയും, എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യലാണ് സ്വാതന്ത്ര്യം. എന്നാൽ യേശു പറഞ്ഞ, മറിയം നമുക്ക് കാണിച്ചു തന്ന സ്വാതന്ത്ര്യം എന്താണ്? യേശു തൻ്റെ പരസ്യ ജീവിതം
ആരംഭിക്കുന്നത് തന്നെ ലൂക്കാ സുവിശേഷം 4:18 കാണുന്നത് പോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അപ്പോൾ യേശുവിന്റെ വരവ് സ്വാതന്ത്ര്യമായിട്ടാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:22 നാം വായിക്കുന്നു, പാപത്തിന് മരിച്ചവരായിരുന്നവർ വിശുദ്ധീകരണം വഴി സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ക്രൈസ്തവ ദർശനത്തിലെ സ്വാതന്ത്ര്യം പ്രധാനമായും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം, മരണത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള നിത്യജീവനിലേക്കുള്ള മോചനം, ആ സ്വാതന്ത്ര്യമാണ് മറിയം പ്രധാനമായിട്ടും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ, പ്രധാനമായിട്ട് 8-ാമത്തെ അധ്യായത്തിൽ, പ്രത്യേകിച്ചും 19 മുതലുള്ള വാക്യങ്ങളിൽ യുഗാന്ത്യോന്മുഖമായ ഒരു സ്വാതന്ത്ര്യത്തെ, നിത്യജീവൻ നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. ആ നിത്യജീവൻ നൽകുന്ന സ്വാതന്ത്ര്യം മറിയം സ്വീകരിച്ചതാണ് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ. 2004 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലൂർദിൽ സന്ദർശനത്തിന് പോയി. വളരെ രോഗിയായിരുന്ന അവസ്ഥയിലാണ് ഈ ലൂർദിൽ ചെന്നത്. അവിടെ രോഗശാന്തിയുടെ ഒരു പ്രധാനപ്പെട്ട മറിയത്തിന്റെ തീർത്ഥകേന്ദ്രവും കൂടിയാണല്ലോ. അവിടെ വെച്ച് ഓഗസ്റ്റ് 15-ാം തീയതി മാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്ക് വാസ്തവത്തിൽ ഈ ഓഗസ്റ്റ് 15-ന്റെ ചിന്തയിൽ, സ്വർഗാരോപണ തിരുനാളിന്റെ അവസരത്തിൽ എനിക്കും നിങ്ങളോട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, യേശുവിന്റെ ഈ പ്രവാചക ദർശനം, പ്രവാചക വാക്കുകൾക്ക് അത് സാക്ഷ്യമായി, അച്ചാരമായി, മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വാക്ക് പ്ലഡ്ജ് എന്നാണ്. അപ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലഡ്ജ്, അച്ചാരമാണ് മറിയത്തിന്റെ സ്വർഗാരോഹണം. യോഹന്നാൻ 14:3 നാം വായിക്കുന്നു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം. അപ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ യേശു വീണ്ടും വരും. യേശു വന്ന് കൊണ്ടുപോയത് തൻ്റെ അമ്മയെയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ ആദ്യജാത എന്നൊക്കെ ചില ദേവീശാസ്ത്രജ്ഞന്മാർ മറിയത്തെ പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവരാണ് എന്നതിന്റെ പരസ്യമായ തെളിവാണ് മാതാവിന്റെ സ്വർഗാരോപണം. അങ്ങനെയെങ്കിൽ ഇന്ന് മാതാവിനെ അനുകരിക്കുന്ന, മാതാവിന്റെ മധ്യസ്ഥത തേടുന്ന നമുക്ക് സ്വർഗാരോപണ തിരുനാൾ സ്വാതന്ത്ര്യ ചിന്തയിൽ നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ പ്രായോഗികമാക്കാവുന്ന മറിയത്തിന്റെ മാതൃക എന്താണ്? നമ്മുടെ ജീവിതത്തിന് പരിശുദ്ധ അമ്മയാണ് മാതൃകയും മധ്യസ്ഥയും. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയെപ്പോലെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കണം. കർത്താവിൻ്റെ വചനം ആണ് പരിശുദ്ധ അമ്മയിൽ വന്നപ്പോൾ അവൾക്ക് ക്രിസ്തുവിനെ ലഭിക്കാൻ കാരണം. ഇവിടെ കർത്താവിൻ്റെ ഒരു വാക്ക് യോഹന്നാൻ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായം 31, 32, 36 വാക്യങ്ങൾ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനങ്ങൾ സ്വീകരിച്ചാൽ, വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായിത്തീരും, അതുവഴി നിങ്ങൾ സത്യം ഗ്രഹിക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ സ്വതന്ത്രരാകണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യവും അതുവഴി സമാധാനവും ജീവിത വിജയവും നിത്യരക്ഷയും കിട്ടണമെങ്കിൽ ഒരു പ്രോസസ്സ് യേശു അവിടെ പറഞ്ഞു. അതിന് ഏറ്റവും നല്ല മാതൃക മറിയവുമാണ്. 1, വചനം ശ്രവിക്കണം. 2, ആ വചനത്തിൽ നിലനിൽക്കണം. 3, ആ വചനത്തിൽ വഴി സത്യം ഗ്രഹിക്കണം. 4, അതുവഴി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനമാണ്, അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഈ സത്യത്തിന്റെ വചനം ശ്രവിക്കുന്നവരാണ്. അപ്പോൾ ഈ തിരുനാൾ ആചരിക്കുന്ന നമ്മളോട് സഭ പറയുന്നത് വചനാധിഷ്ഠിത ജീവിതം നയിക്കാനാണ് നമ്മളോട് പറയുന്നത്. വചനാധിഷ്ഠിത ജീവിതം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വചനം ശ്രവിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്, വചനം ശ്രവിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെവിയിൽ നിന്ന് കേട്ട്
മറ്റു ചെവി കൂടെ പോകുന്നു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് വെച്ചാൽ ആ വചനം കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. പക്ഷെ ഇവിടെ സ്വാതന്ത്ര്യം വേണമോ? മറിയം ചെയ്തതുപോലെ വചനം സ്വീകരിക്കണം. മറിയം സ്വീകരിച്ചത് എങ്ങനെയാണ്? ഇതാ കർത്താവിന്റെ ദാസി. ലോക ചരിത്രത്തില് സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ശരിയായ നിർവചനം നൽകിയത് മറിയമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി നിർവചനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് മറിയത്തിന്റെ നിർവചനമാണ്. മറിയം പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്വാതന്ത്ര്യം ഈസ് ഈക്വൽ ടു അടിമത്തം. വൈരുദ്ധ്യം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ മറിയം പറഞ്ഞത് അതാ. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ അടിമ. അപ്പോൾ സ്വാതന്ത്ര്യത്തിനും അസ്വാതന്ത്ര്യത്തിനും തമ്മില് അടിമയാകല് ബന്ധമുണ്ട്. തന്നെ അതേ പിതാവിന്റെ ഇഷ്ടത്തിന് കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയ യേശു സ്വയം അടിമയായതാണ് മനുഷ്യവർഗത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കാരണമായത്. ആ യേശുവിന് അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മ ദൈവിക പരിപാടിയിൽ ചെയ്തതെന്താണ്? ദൈവത്തിന്റെ പദ്ധതി എന്തോ അതിന് വിധേയപ്പെടൽ. ബെനഡിക്റ്റ് മാർപ്പാപ്പ സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്ന അതിമനോഹരമായൊരു ചാക്രിക ലേഖനമുണ്ട്. അതില് നന്മ എന്നതിനെ കുറിച്ചൊരു നിർവചനമുണ്ട്. എന്താണ് നന്മ? നന്മ എന്ന് പറഞ്ഞത് ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് ആ പദ്ധതിക്ക് വിധേയപ്പെടലാണ് നന്മ. പരിശുദ്ധ കന്യകാമറിയത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതി വരാനിരിക്കുന്ന രക്ഷകന്റെ അമ്മയാകലാണ്. അത് അവൾക്ക് ഇഷ്ടമുണ്ടായില്ല. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന കാര്യമാണ്. തന്റെ കുടുംബം തകരുന്നതാണ്. യൗസേപ്പ് പിതാവ് ഉപേക്ഷിക്കലാണ്. ഇത് ഇഷ്ടമില്ല എന്ന് അവൾക്ക് അറിയാമെങ്കിലും ഇതാണ് തന്നെ കുറിച്ചുള്ള പദ്ധതി എന്ന് അറിഞ്ഞപ്പോൾ, ദൈവമേ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അതുകൊണ്ടാണ് മറിയത്തെ ഗബ്രിയേൽ ദൂതൻ നന്മ നിറഞ്ഞവൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കലാണ് സ്വാതന്ത്ര്യം. മറിയം കാണിച്ചു തന്ന മറ്റൊരു മാതൃക. അപ്പോൾ വചനമനുസരിക്കലാണ് സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കലാണ് സ്വാതന്ത്ര്യം. മറ്റൊരു കാര്യം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് കൂടിയുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ കർത്താവിന്റെ ആത്മാവ് വരലാണ് സ്വാതന്ത്ര്യം. യേശുവിനെ ലഭിക്കലാണ് സ്വാതന്ത്ര്യം. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു, അവൾ സ്വതന്ത്രയായി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പേടിത്തൊണ്ടന്മാരായിരുന്ന ആ ശ്ലീഹന്മാര് ആ സെഹിയോൻ ഷായിൽ വാതിൽ അടച്ചിരുന്നവര് ധൈര്യത്തോടെ പുറത്തിറങ്ങി. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടലാണ് സ്വാതന്ത്ര്യം. അപ്പോൾ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്, ഞാൻ ഇന്ന് നയിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ അരൂപിയാലാണോ എന്നൊരു ചിന്ത. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള 3 ദർശനങ്ങൾ കാണാം. ഒന്ന് സാംസ്കാരികമായ അഥവാ ധാർമ്മികമായ സ്വാതന്ത്ര്യമാണ്. ലൂക്ക 1:51 കാണുന്നു, അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. അഹങ്കാരം, സ്വാർത്ഥത, ജഡികത ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ ഒന്ന് ലൂക്ക 1:52 കാണുന്നു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഇത് ഒരുതരം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇന്ന് പല തരത്തിൽ അടിമത്തം കാണുന്നുണ്ട്. ഇന്ന് രാഷ്ട്രീയ ശക്തികൾ, തീവ്രവാദങ്ങൾ, പലതരത്തിൽ മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായി മറ്റു പലതരത്തിലും അടിമപ്പെടുത്താൻ ശ്രമിക്കൽ, അങ്ങനെ പലതരത്തിൽ മനുഷ്യനെ അടിമകളാകുന്ന നൂതന അടിമത്തങ്ങളുണ്ട്. ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിലൂടെ ഇന്നത്തെ തിരുനാളിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. മൂന്നാമത്തേത് ലൂക്ക 1:53, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. അതൊരു തരം സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്ന് ലോകത്തിൽ ദരിദ്രർ ഏറുന്നു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു വരുന്നു. ഇതിൻ്റെയൊക്കെ കാരണം മനുഷ്യന്റെ ഈ സ്വാർത്ഥതയാണ്. ധനത്തിന്റെ അടിമയാകാൻ, സ്വാർത്ഥതയുടെ അടിമയാകാൻ, പ്രശസ്തിയുടെ അടിമയാകാൻ,
മറ്റു മനുഷ്യരെ മുഴുവൻ അടിമകളാക്കാൻ, അങ്ങനെ ഒരു കാടിന്റെ നിയമം, ജഡികതയുടെ നിയമം, മൃഗത്തിന്റെ നിയമം അവരുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മനുഷ്യരെ ദാരിദ്ര്യത്തിലേക്ക്, അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്തോത്രഗീതത്തിൽ കാണുന്ന സനാതനമായ സ്വാതന്ത്ര്യത്തിന്റെ ദർശനങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ ദിവസത്തിൽ എൻ്റെ ആശംസ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് അതിൻ്റെ അർത്ഥത്തിലും ലക്ഷ്യത്തിലും പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ചുരുക്കുകയാണ്. ഒന്ന്, പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ വചനാധിഷ്ഠിത ജീവിതം നയിക്കണം, വചനം ശ്രവിക്കണം. രണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിക്ക്, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവവിളിക്ക്, ദൈവിക പദ്ധതിക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നാം വിട്ടുകൊടുക്കണം. മൂന്ന്, ക്രിസ്തുവിൻ്റെ അരൂപിയാൽ നാം നയിക്കപ്പെടണം. നാല്, ഈ രക്ഷയ്ക്ക്, സ്വാതന്ത്ര്യത്തിന് യേശു പ്രത്യേകമായിട്ടുള്ള മാർഗങ്ങൾ തന്നിട്ടുണ്ട്. തൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ, രക്തം പാനം ചെയ്യുന്നവൻ നിത്യം ജീവിക്കും, സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് രക്ഷയുടെ അച്ചാരമായി, അടയാളമായി, അതിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി തന്നിട്ടുള്ള മാർഗങ്ങൾ അതെന്താണ്? വചനം, അപ്പം, ആത്മാവ്, കൂട്ടായ്മ. ഇത് നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ വരുമ്പോൾ നടപടി 1:14 നാം കാണുന്ന പോലെ മറിയത്തോട് ചേർന്ന് ഒരു പ്രാർത്ഥനാ സമൂഹമായി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ, അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൽ, കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രക്ഷ നമുക്ക് ലഭിക്കും. പരിശുദ്ധ അമ്മ ഈ സ്വാതന്ത്ര്യത്തിന് തന്റെ ജീവിത മാർഗം കാണിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ രാഷ്ട്രത്തിന്, ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണല്ലോ, ഓഗസ്റ്റ് 15 നാം ആചരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം. പരിശുദ്ധ അമ്മ പേരെഴുതിയിരിക്കേണ്ട കാര്യം വന്നപ്പോൾ ഉടനെ തന്നെ ബെത്ലഹേമിലേക്ക് യൗസേപ്പിനോട് ചേർന്ന് പോയി രാഷ്ട്ര നിയമം പാലിച്ചു. സമാധാനം വേണോ, സ്വാതന്ത്ര്യം വേണോ? കുരിശെടുക്കാൻ, വ്യാകുലവാളാൽ പിളർത്തപ്പെടാൻ, യേശുവിന്റെ കുരിശിന്റെ പിന്നാലെ പോകാൻ, കുരിശിന്റെ കീഴിൽ നിൽക്കാൻ, അവസാനം ഉത്ഥാനത്തിന് സാക്ഷികളാകാൻ മറിയത്തെ പോലെ നിന്നാൽ മാത്രമേ നമുക്കും മറിയത്തെ പോലെ സ്വർഗത്തിലേക്ക് പോകാനാകൂ. ചുരുക്കത്തിൽ യേശുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നവരാണ് യുഗാന്ത്യോന്മുഖ ജീവിതം നയിക്കുന്നത്. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തില്ല. അപ്പോൾ മറിയത്തിന്റെ ലക്ഷ്യം പിതാവിന്റെ ഭവനത്തിലെത്തലാണ്. അതിന് മറിയത്തെ യേശു വിളിച്ചതാണ് മഹിമയ്ക്കടുത്ത രഹസ്യങ്ങളിലെ 4ാമത്തെ രഹസ്യം. തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് കരയേറ്റി. ഈ അമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ 5ാമത്തെ രഹസ്യം, അമ്മയെ നമുക്ക് സ്വർഗീയ അമ്മയായി യേശു പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ സന്ദേശത്തിന്റെ അവസാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്രകാരമാണ്. മറിയത്തെ യേശു സ്വർഗത്തിലേക്ക് കരയേറ്റി. ഇന്ന് നമുക്ക് അമ്മയായി തന്നിരിക്കുന്നു. ഈ അമ്മയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മറിയം ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിച്ചതുപോലെ, ദൈവത്തിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്തതുപോലെ നമുക്കും ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിച്ച് ദൈവിക പദ്ധതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാം. അപ്പോൾ നാം ഉത്തമ ക്രൈസ്തവരായി, അപ്പോൾ നാം ഉത്തമ പൗരന്മാരായി, അങ്ങനെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉത്തമ ക്രൈസ്തവരായി ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹത്തിൻ രൂപഭാവങ്ങൾ മാറ്റുന്ന സ്നേഹം, പാവനമാത്മാവിൽ മന്നയായി മാറും തിരുവോസ്തിരൂപന്റെ സ്നേഹം.
വിശുദ്ധിയിൽ മഹത്വപൂർണനായ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ നയിക്കുകയായിരുന്നു. നമ്മുടെ സ്നേഹപിതാവ് ആൻഡ്രൂസ് താഴ്ത്തു പിതാവിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളും നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമെല്ലാം നാം പിതാവിലൂടെ കേൾക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സമയം നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ സകല വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. യേശു സകലത്തിനും അധിയായവനാണ്. ഇന്ന് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കള് വളരെയധികം ഭാരപ്പെടുന്നവരാണ്. അവരുടെ കുടുംബങ്ങളെ കുറിച്ച്, ജീവിതത്തിലുണ്ടായ തകർച്ചകളെ കുറിച്ച്, മക്കളെ കുറിച്ച്, സാമ്പത്തികമായ പരാജയങ്ങളെ കുറിച്ച്, വിട്ടുമാറാത്ത മാറാ രോഗങ്ങളെ കുറിച്ച് ഇന്ന് ഒരുപാട് വ്യക്തികൾ അസ്വസ്ഥരാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. യേശു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ്. വിശ്വാസത്തോടെ എല്ലാ ദൈവമക്കളും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ട സകല നന്മകളുമുണ്ട്. ഇതാ ഈ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ അഭിഷേകം, നമ്മളെ വിടിവിക്കുന്ന അഭിഷേകം, നമ്മളെ സുഖപ്പെടുത്തുന്ന അഭിഷേകം, നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന അഭിഷേകം പെരുമഴ പോലെ കർത്താവ് പകരുകയാണ്. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിൽ യാചനാപുരം തുറന്നു പിടിച്ച് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് സകല ക്ഷീണവും മടുപ്പും തളർച്ചയും മാറ്റി വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, തെറ്റിദ്ധാരണകളുടെ എല്ലാ മുഖങ്ങളെയും കർത്താവെ ഒടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ പോലെ വിശുദ്ധിയിൽ വളരുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വസ്തതയിൽ വളരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വരണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ. അഭിഷേകമായി, കൃപയായി കർത്താവെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. യേശുവിനെ വിളിക്കേ. ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു. കൃപയുടെ പെരുമഴ, അഭിഷേകത്തിന്റെ പെരുമഴ, സൗഖ്യത്തിന്റെ പെരുമഴ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിക്കേ. ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു. അഭിഷേകമായി, ശക്തിയായി എല്ലാ ജീവിതങ്ങളിലും ചലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ. കൃപയുടെ നീർച്ചാലുകളായി, സ്നേഹത്തിന്റെ പ്രതിഫലനങ്ങളായി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഒന്നുമൽ കർത്താവേ, കരങ്ങൾ നീട്ടണമേ, കരങ്ങൾ നീട്ടണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പ്രിയ ദൈവമക്കളെ, ഇന്ന് തിരുത്തലുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മിലുള്ള അഹങ്കാരമാണ്. ഈ ഈഗോ തകർന്നെങ്കിലേ